ആ മക്കളെക്കുറിച്ചാണ്, ആദം നബിയുടെ മക്കളെക്കുറിച്ചാണ് ഖുർആൻ പറയുന്നത്. വലഖദ് കറംനാ ബനി ആദം വഹമൽനാഹും ഫിൽ ബർരി വൽ ബഹർ വറസഖ്നാഹും മിനത് ത്വയ്യിബാത്ത് വഫളൽനാഹും അലാ കസീരിൻ മിമ്മൻ ഖലഖ്നാ തഫ്ദീലാ. സയൻസ് പഠിക്കുന്ന മക്കൾ ശ്രദ്ധിച്ചു മനസ്സിലാക്കണം. ദശലക്ഷക്കണക്കിന് കൊല്ലങ്ങൾക്ക് മുമ്പ് കണ്ടെത്തിയ ഫോസിലുകൾ എന്ന് പറയുന്നത് മനുഷ്യനെന്ന് പറയുന്ന ആദം നബിയുടെ സന്തതികളുടേതാവാൻ ഒരു സാധ്യതയുമില്ല. എന്നാൽ മനുഷ്യനെ പോലെ നടന്ന ജീവികൾ ഉണ്ടായിരിക്കാം, നമുക്കത് നിഷേധിക്കാൻ കഴിയില്ല, സാധ്യതയുണ്ട്. ആദം അലൈഹിസ്സലാം, അള്ളാഹു ആദം നബിയെ പടക്കുന്നത് പ്രപഞ്ചത്തിലേക്ക്, ഭൂമിയിലേക്ക് അള്ളാഹുവിൻ്റെ പ്രതിനിധിയായിട്ടാണ്. എമിസറി, അംബാസഡർ ഓഫ് അള്ളാഹ്. കുന്തു കൻസൻ മഖ്ഫിയാ. അള്ളാഹുവിന് മുമ്പൊരു സമയമില്ല, അള്ളാഹുവിന് ശേഷവും ഒരു സമയമില്ല. സമയം അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ്, സമയം അള്ളാഹു സൃഷ്ടിച്ചതാണ്. ബിഗ് ബാങ് എന്ന് പറയുന്ന 17 ബില്യൺ കൊല്ലങ്ങൾക്ക് മുമ്പ് നടന്നു എന്ന് വിശ്വസിക്കപ്പെടുന്ന മഹാവിസ്ഫോടനം, ആ വിസ്ഫോടനം നടക്കുന്നതിൻ്റെ മുമ്പ് സമയം മനുഷ്യന് ചിന്തിക്കുക സാധ്യമല്ല. അതുകൊണ്ട് അല്ലാഹു ഖാലിഖുൽ വഖ്തി, സമയത്തിൻ്റെ സൃഷ്ടാവ് അല്ലാഹുവാണ്. അതുകൊണ്ട് അല്ലാഹുവിൻ്റെ സൃഷ്ടിയെ റബ്ബിനോട് ബന്ധപ്പെടുത്തുക സാധ്യമല്ല. അല്ലാഹു ഇന്നലെ എന്തായിരുന്നു, നാളെ എന്ത് എന്ന് സൃഷ്ടികളെ പറ്റിയേ പറയാൻ കഴിയൂ. സൃഷ്ടാവായ അല്ലാഹുവിനെ കുറിച്ച് ആ സ്റ്റേറ്റ്മെന്റ് പോലും റോങ്ങാണ്. കാരണം മുഖാലിഫുൽ ലിൽ ഹവാദിസ്, അള്ളാഹു അവൻ്റെ സൃഷ്ടികളെപ്പോലെ ഒരിക്കലുമല്ല. അതാണ് അള്ളാഹു ജല്ല ജലാലു. അതിൻ്റെ ആഴങ്ങളിലേക്ക് കടക്കുന്നില്ല. അള്ളാഹുവിനെ മനസ്സിലാക്കുമ്പോൾ നമ്മളത് അറിയണം. അള്ളാഹുവാണ് സമയം പടച്ചത്. വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ഇല്ലല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്ത് വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ. അല്ലാഹു കാലത്തെ സത്യം ചെയ്തു പറയുന്നു. വൽ അസ്ർ. പുണ്യനബി മറ്റൊരു ഹദീസിൽ പറയുന്നു, ലാ തസുബ്ബുദ്ദഹർ. അല്ലാഹു പറയുകയാണ്, സമയത്തെ, കാലത്തെ, കാലാവസ്ഥകളെ വെതർ ചേഞ്ചുകളെ നിങ്ങൾ ഒരിക്കലും ആക്ഷേപിക്കരുതേ, ശപിക്കരുതേ. ഇന്നമാ അനദ്ദഹർ, ഞാൻ തന്നെയാണ് കാലം എന്ന് അല്ലാഹു പറയുന്നത്. ഞാനാണ് ഖാലിഖുൽ അസ്ർ, ഖാലിഖുദ്ദഹർ, കാലത്തിൻ്റെ സൃഷ്ടാവ് ഞാനാണ് എന്നാണ് അതിനർത്ഥം. ഇതുപോലെ അല്ലാഹു നൂറുസ് സമാവാതി വൽ അർദ് മസലു നൂരിഹി കമിഷ്കാത്തിൻ ഫീഹാ മിസ്ബാഹ്. സൂറത്തുൻ നൂറിലെ മനോഹരമായ ആയത്ത് 35-ാമത്തെ. അല്ലാഹു നൂറുസ് സമാവാതി വൽ അർദ്. നേരെ അറബി വായിക്കുന്ന ഒരാൾക്ക് അർത്ഥം വെക്കാൻ തെറ്റിപ്പോകും. അല്ലാഹു ആകാശലോകങ്ങളുടെ പ്രകാശമാണ് എന്ന് തോന്നും. ആയത്തിൻ്റെ അർത്ഥം അതല്ല. അല്ലാഹു ഖാലിഖു നൂരിസ് സമാവാതി വൽ അർദ്, ആകാശലോകങ്ങളുടെ പ്രകാശത്തിൻ്റെ സൃഷ്ടാവ് അല്ലാഹുവാണ്. അല്ലാഹു പ്രകാശമല്ല, പ്രകാശം റബ്ബിൻ്റെ സൃഷ്ടിയാണ്. നമ്മൾ ചിന്തിക്കുന്ന ഒരു പ്രകാശവുമല്ല അല്ലാഹു. എന്നാൽ വഹിജാബുഹു നൂർ, അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ വജ്ഹിൻ്റെ മുമ്പിൽ കോടിക്കണക്കിന് പ്രകാശത്തിൻ്റെ മറകളുണ്ട്. ആ മറകളെല്ലാം മറ നീങ്ങിയിട്ടാണ് വാദിൽ ലഫീഹ് എന്ന് പറയുന്ന സ്വർഗത്തിൻ്റെ ഉന്നത സ്ഥാനത്ത് വെച്ച് അള്ളാഹുവിനെ മുഅ്മിനീങ്ങൾ കാണുന്നത്. റബ്ബിനെ കാണുന്ന കാഴ്ച, അള്ളാഹുവിൻ്റെ ലിഖാ നടക്കുന്നത് വാദിൽ ലഫീഹ് എന്ന് പറയുന്ന താഴ്വരയിലാണ്. അവിടെ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ മുഖത്തിന് മുമ്പിൽ കിടക്കുന്ന കോടിക്കണക്കിന് പ്രകാശത്തിൻ്റെ മറകളെ അള്ളാഹു നീക്കിക്കൊടുക്കുന്നുണ്ട് എന്ന് ഹബീബായ തങ്ങൾ പഠിപ്പിച്ചു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആദം അലൈഹിസ്സലാം അള്ളാഹുവിൻ്റെ പടച്ചതമ്പുരാൻ്റെ പ്രതിനിധിയായി ഭൂമിയിൽ നിയോഗിക്കപ്പെട്ടവരാണ്. ആദം നബിയും മക്കളും നമ്മളൊക്കെ. കുന്തു കൻസൻ മഖ്ഫിയാ, അള്ളാഹു പറയുകയാണ് ഖുദ്സിയായ ഹദീസിൽ, ഞാൻ അറിയപ്പെടാതെ കിടന്നിരുന്ന ഒരു നിധിയായിരുന്നു. ഞാൻ ആരാലും അറിയപ്പെടാതെ കിടന്ന ഒരു നിധിയായിരുന്നു. ഫഅഹ്ബബ്തു അൻ ഉറഫ, ആ എനിക്ക് അറിയപ്പെടണം എന്ന ഒരു ഹുബ്ബ് വന്നു, ആഗ്രഹം വന്നു. ഫഖലഖതുൽ ഖലായിഖ, അങ്ങനെയാണ് ഞാൻ സൃഷ്ടികളെ പടച്ചത്. മനുഷ്യരും ജീവജാലങ്ങളും പ്രപഞ്ചവും ആകാശലോകങ്ങളും താരസമൂഹങ്ങളും അള്ളാഹു പടച്ചത് അള്ളാഹുവിനെ അറിയപ്പെടാൻ അള്ളാഹു ആഗ്രഹിച്ചപ്പോഴാണ്.
അറിയാൻ ആഗ്രഹിക്കുമ്പോൾ അറിയുന്നതാരാണ്? മനുഷ്യരാണ്. മനുഷ്യർക്ക് അല്ലാഹു ബ്രെയിൻ കൊടുത്തു, തലച്ചോറ് കൊടുത്തു, ചിന്തിക്കാനുള്ള കഴിവ് കൊടുത്തു, കാര്യങ്ങൾ പ്രോസസ്സ് ചെയ്യാനുള്ള കഴിവ് കൊടുത്തു. അല്ലാഹു നൽകുന്ന ഈ സിദ്ധി കൊണ്ട് പടച്ചതമ്പുരാനിലേക്ക് അടുക്കാൻ അല്ലാഹു നിയോഗിച്ചവരാണ്. നമ്മളൊക്കെ ആ ഒരു നിയോഗത്തിന് ഭൂമിയിൽ വന്നവരാണ്. അല്ലാഹുവേ, അല്ലാഹുമ്മ ജഅൽനാ സാബിഖീന ഇലൈക മുഖറബീന ലദൈക, നിന്നിലേക്ക് ഓടിയടുക്കുന്നവരും നിന്നോടടുപ്പം കാണിക്കുന്നവരുമായി അല്ലാഹുവേ നീ ഞങ്ങളെ സ്വീകരിക്കണമേ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഖാല മാ മനഅക അല്ലാ തസ്ജുദ് ഇദ് അമർതുക ഖാല അന ഖൈറും മിൻഹു ഖലഖതനി മിൻ നാരിൻ വഖലഖതഹു മിൻ തീൻ. ആദ്യ മനുഷ്യന്റെ സൃഷ്ടിപ്പ് കഴിഞ്ഞതിൽ പിന്നെ ആദ്യ പാപം അവിടെ നടക്കുകയാണ്. ആദ്യമായി നടന്ന പാതകം അല്ലെങ്കിൽ തെറ്റ് അല്ലെങ്കിൽ ഒരു കുറ്റം എന്ന് പറയുന്നത്, മനുഷ്യൻ ചെയ്ത, സൃഷ്ടികൾ ചെയ്ത തെറ്റ് എന്ന് പറയുന്നത് ജിന്നുകളിൽപ്പെട്ട ഇബ്ലീസ് ചെയ്ത തെറ്റാണ്. ആദം അലൈഹിസ്സലാമിന് അറിവ് കൊണ്ട് അല്ലാഹു ബഹുമാനിച്ചപ്പോൾ അറിവുള്ളവരെ ആദരിക്കണമെന്ന് പഠിപ്പിക്കപ്പെട്ടവരാ നമ്മൾ. ആലിമീങ്ങളെ ബഹുമാനിക്കേണ്ടവരാണ്. യർഫഇല്ലാഹു അല്ലദീന ആമനൂ മിൻകും വല്ലദീന ഊതുൽ ഇൽമ ദറജാത്ത്. നിങ്ങളിൽ അല്ലാഹു ജ്ഞാനം നൽകിയവരെ, ഈമാനുള്ള ആളുകളെ അല്ലാഹു ഒരുപാട് സ്ഥാനത്തേക്ക് ഉയർത്തും. അതുകൊണ്ട് ആ മഹത്തുക്കളോട് നിങ്ങൾ ബഹുമാനം കാണിക്കണം, ആദരവ് കാണിക്കണം. ഹൽ യസ്തവില്ലദീന യഅലമൂൻ വല്ലദീന ലാ യഅലമൂൻ. ജ്ഞാനമുള്ളവരും അറിവുള്ളവരും അറിവില്ലാത്തവരും ഒരുപോലെയാണോ? ഇത് ഖുർആനിൻ്റെ ഒരു റിട്ടോറിക് ക്വസ്റ്റ്യനാണ്. അതിൻ്റെ ആശയം വ്യക്തമാണ്. അല്ല, ഒരിക്കലുമല്ല. അറിവുള്ളവരും അറിവില്ലാത്തവരും ഒരുപോലെയാണോ? ഒരിക്കലുമല്ല. അതുകൊണ്ട് അറിവുള്ളവരെ ആദരിക്കണമേ എന്ന് ആദ്യം അല്ലാഹു കൊടുത്ത റബ്ബിൻ്റെ ഉത്തരവാണ്. അതുകൊണ്ട് ഉസ്ജുദൂ ലി ആദം, ഞാൻ പടച്ച ആദം നബി അലൈഹിസ്സലാമിനെ ഖിബിലയാക്കി നിങ്ങൾ എനിക്ക് വേണ്ടി സുജൂദ് ചെയ്യുക. ആദം അലൈഹിസ്സലാം അവരുടെ സുജൂദിൻ്റെ ഖിബിലയാണ്. ഇനി ആദം നബി അലൈഹിസ്സലാം ആദമിൻ്റെ മുമ്പിൽ സുജൂദ് ചെയ്യണമെന്ന് പറയുന്നത്, അലൈഹിസ്സലാമിൻ്റെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ പറഞ്ഞത് ആദരസൂചകമായി ചെയ്യുന്ന സുജൂദാണ്. അത് നമ്മുടെ ശരീഅത്തിന് മുമ്പ് കഴിഞ്ഞു പോയ ശരീഅത്തുകളിൽ ജായിസായിരുന്നു. പക്ഷേ നമുക്ക് സുജൂദ് അല്ലാഹുവിൻ്റെ മുമ്പിൽ മാത്രമേ പാടുള്ളൂ. യൂസുഫ് നബി അലൈഹിസ്സലാമിൻ്റെ ജ്യേഷ്ഠന്മാരും വാപ്പയും ഉമ്മയും മഹാനായ യൂസുഫ് നബിയുടെ മുമ്പിൽ സുജൂദ് ചെയ്തിട്ടുണ്ട്. അത് ആരാധനയുടെ സുജൂദല്ല, ആദരവിൻ്റെ സുജൂദായിരുന്നു. അവർക്കത് പറ്റുമായിരുന്നു, നമുക്കത് പാടുള്ളതല്ല. യാ അബതി ഇന്നി റഅയ്തു അഹദ അശറ കൗകബാ വശംസ വൽ ഖമറ റഅയ്തുഹും ലീ സാജിദീൻ. ഉപ്പാ, യാക്കൂബ് നബിയോട് യൂസുഫ് നബി കൊച്ചു കുട്ടിയായിരുന്നപ്പോൾ പറഞ്ഞത്, 11 നക്ഷത്രങ്ങളും സൂര്യനും ചന്ദ്രനും എൻ്റെ മുമ്പിൽ സുജൂദ് ചെയ്യുന്നത് ഞാൻ കാണുന്നു ഉപ്പ എന്ന് പറയുന്നത്. ആ സുജൂദ് ഈജിപ്തിൻ്റെ ഭരണാധികാരിയായി മാറിയ യൂസുഫ് അലൈഹിസ്സലാമിൻ്റെ മുമ്പിൽ ആദരസൂചകമായി അവർ ചെയ്ത സുജൂദിനെ കുറിച്ചുള്ള ആദ്യത്തെ പ്രവചനമായിരുന്നു ആ സ്വപ്നം. ആദം നബിക്ക് സുജൂദ് ചെയ്യണേ എന്ന് പറയുമ്പോൾ മഹാന്മാർ പറയുന്നു സുജൂദ് അല്ലാഹുവിന് തന്നെ. എന്നാൽ നമുക്ക് കഅബാലയത്തിലേക്ക് തിരിഞ്ഞ് സുജൂദ് ചെയ്യുന്ന പോലെ മലക്കുകളുടെ സുജൂദിൻ്റെ ഖിബലയായി അല്ലാഹു ആദം നബിയെ നിയോഗിച്ചു എന്ന് ചില മുഫസ്സിരീങ്ങൾ ഒന്നുകൂടെ തന്നെ വ്യാഖ്യാനിച്ചു പറയുന്നുണ്ട്. ഭൂമി ലോകത്ത് നടക്കുന്ന എല്ലാ മലായിക്കത്തിൻ്റെ ഇബാദത്തുകളുടെയും ഖിബില മുഅ്മിനീങ്ങളായ മനുഷ്യരുടെ ആത്മാവുകളാണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. എങ്ങനെ? എല്ലാ ജീവജാലങ്ങൾക്കും ആരാധനയുണ്ട്. സസ്യലതാദികൾ ആരാധിക്കുന്നവരാണ് അല്ലാഹുവിനെ. ജന്തുജാലങ്ങൾക്ക് ആരാധനയുണ്ട്. അവയെല്ലാം കൃത്യമായി അല്ലാഹു നിർണയിച്ചു കൊടുത്ത ആ ഒരു ടാസ്ക് ചെയ്ത് ജീവിക്കുന്നവരാണ്, അല്ലാഹുവിനെ അനുസരിക്കുന്നവരാണ്. അവരെല്ലാം യുസബ്ബിഹു ലഹു മൻ ഫിസ് സമാവാതി വൽ അർദ് യുസബ്ബിഹു ലഹു മാ ഫിസ് സമാവാതി വൽ അർദ് യുസബ്ബിഹു ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്. ഇങ്ങനെയൊക്കെ ഖുർആന്റെ പ്രയോഗങ്ങൾ കാണാം. പക്ഷികളും
കല്ലുകളും മണൽ തരികളും അടക്കം അള്ളാഹുവിന് സുജൂദ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ സുജൂദിൻ്റെ ഖിബില ഏതാണ് എന്നൊരു ചോദ്യം നിങ്ങളുടെ മനസ്സിൽ ഉദിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരം ആ പരിസരങ്ങളിൽ ജീവിക്കുന്ന അള്ളാഹുവിനെ ഭയപ്പെടുന്ന മുഅ്മിനീങ്ങളായ മനുഷ്യരുടെ ഈമാൻ നിറഞ്ഞു നിൽക്കുന്ന ഹൃദയങ്ങളാണ്, അല്ലെങ്കിൽ അവരുടെ ആത്മാവുകളാണ് ഭൂമി ലോകത്തെ പ്രപഞ്ചത്തിലെ സർവചരാചരങ്ങളുടെയും സുജൂദിൻ്റെ ഖിബില. അങ്ങനെയാണെങ്കിൽ അല്ലാഹ് എന്ന് പറയപ്പെടാൻ ഒരാൾ പോലും ഇവിടെ ഇല്ലാത്തൊരു സമയം വരുമ്പോഴാണ് ലോകാവസാനം ഉണ്ടാകുന്നത്. ലാ തഖൂമുസ്സാഅ ഹത്താ ലാ യുഖാല ഫിൽ അർളി അല്ലാഹ് എന്ന് പറയാൻ മനുഷ്യന്റെ നാവുകൊണ്ട് സാധ്യമല്ലാതെ വരുന്നൊരു കാലം, മദ്യപാനവും വ്യഭിചാരവും സുലഭമാകുന്ന ഒരു കാലം, ദൈവനിഷേധവും കുഫറും സാധാരണയായി മാറുന്ന ഒരു കാലം. അല്ലാഹ് ഇസ്മുൽ അഅ്ളമാണത്. അലമുൽ ലിദ്ദാത്തിൽ വാജിബിൽ വുജൂദി സുബ്ഹാനഹ്. അള്ളാഹുവിൻ്റെ അറിയപ്പെടുന്ന റബ്ബിൻ്റെ നാമമാണത്. ആ ഇസ്മ പോലും പറയാൻ ഒരാളും ഭൂമിയിൽ ജീവിച്ചിരിക്കാത്ത കാലം വരുമ്പോൾ, പ്രപഞ്ചത്തിലെ വസ്തുക്കളുടെ സുജൂദിൻ്റെ ഖിബല നഷ്ടപ്പെടുമ്പോഴാണ് അള്ളാഹു ലോകാവസാനം നടത്തുന്നത്. ഇദസ്സമാഉൻ ഷഖ്ഖത്, ആകാശലോകങ്ങൾ ഇടിഞ്ഞു പൊളിഞ്ഞു വീഴുന്നത് ചരാചരങ്ങളുടെ സുജൂദിൻ്റെ ഖിബില ഭൂമിയിൽ നഷ്ടപ്പെടുമ്പോഴാണ്. അത് നഷ്ടപ്പെടുന്നത് മുഅ്മിനീങ്ങൾ ഇവിടെ നിന്ന് ഇല്ലാതെയാകുമ്പോഴാണ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളുടെ ഈമാനിൻ്റെ സൂക്ഷിപ്പ് കേന്ദ്രമായ ഖൽബിനെ കേന്ദ്രമാക്കി, അവിടെ റൂഹിനെ കേന്ദ്രമാക്കി ചെയ്തിരുന്ന ഇബാദത്തുകൾ പിന്നെ വിനഷ്ടമാവുകയാണ് ഖിബല നഷ്ടപ്പെട്ടു പോകുമ്പോൾ. ഇനി എന്തിനാണ് പ്രപഞ്ചം? അള്ളാഹുവിനെ അറിയാനല്ലയോ ഇങ്ങോട്ട് പറഞ്ഞയച്ചത്? ഇനി ഇത് വേണ്ട എന്ന് റബ്ബ് തീരുമാനിക്കുന്ന നേരമാണത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇഖ്തറബത്തിസ് സാഅ, അന്ത്യനാൾ അടുത്തു വരാനിരിക്കുന്നു എന്ന് റബ്ബ് തആല പറയുമ്പോഴും ആയിരക്കണക്കിന് കൊല്ലങ്ങൾ അതിന് ശേഷം വരാനുണ്ടെങ്കിൽ പോലും ഈ അന്ത്യനാൾ അടുത്തു തന്നെയാണ്. എന്തുകൊണ്ട്? ഇന്ന യൗമൻ ഇൻദ റബ്ബിക, അല്ലാഹുവിൻ്റെ അരികത്ത് ഒരു ദിവസം എന്ന് പറയുന്നത് കഅൽഫി സനതിൻ മിമ്മാ തഉദ്ദൂൻ, നിങ്ങൾ എണ്ണി തിട്ടപ്പെടുത്തുന്ന 1000 വർഷങ്ങളാണ് ഒരു ദിവസം. വേറെ ആയത്തിൽ 50 അൽഫ സന, 50,000 വർഷങ്ങളാണ് അള്ളാഹുവിൻ്റെ അരികത്ത് ഒരു ദിവസം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇവിടെ നിന്നൊരു 50,000 കൊല്ലമില്ല, 25,000 കൊല്ലം കഴിഞ്ഞിട്ടാണ് ലോകാവസാനം എന്ന് സങ്കല്പിച്ചാൽ റബ്ബിൻ്റെ കണക്കിലത് അര ദിവസത്തിൽ താഴെയാണ്. അള്ളാഹു സമയത്തെ പടച്ചവനാണ്, സൃഷ്ടികളെ പടച്ചവനാണ്. സമയത്തിന് മുമ്പ് അള്ളാഹു ഉണ്ട്, സമയം തീർന്നാലും അള്ളാഹു ഉണ്ട്. സമയം അറിയണമെങ്കിൽ ഇവിടെ ഹവാദിസുകൾ നടക്കണം, എന്ന് പറഞ്ഞാൽ ഇവൻസുകൾ നടക്കണം, സംഭവങ്ങൾ ഉണ്ടാകണം. ആളുകൾ ഇവിടെ നടക്കുന്നു, ഇരിക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു, ഇരുന്ന് കേൾക്കുന്നു, സംസാരിക്കുന്നു. ഇതൊക്കെ ഹവാദിസുകളാണ്. ഈ സംഭവങ്ങൾ നടക്കാതിരുന്നാൽ സമയം കണക്കാക്കുക സാധ്യമല്ല. അതുകൊണ്ടാണ് മരിച്ചുപോയ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സമയം നിശ്ചലമാവുകയാണ് ചെയ്യുന്നത്, മുഅ്മിനീങ്ങളെ സംബന്ധിച്ച് പ്രത്യേകിച്ചും. എന്തുകൊണ്ട്? കം ലബിത്തും ഫിൽ അർളി അദദ സിനീൻ, എത്ര വർഷങ്ങളാണ് ഭൂമിയിൽ നിങ്ങൾ ജീവിച്ചത് എന്ന് ഓർമ്മയുണ്ടോ? അള്ളാഹു നമ്മളോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. കം ലബിത്തും ഫിൽ അർളി അദദ സിനീൻ, എത്ര വർഷങ്ങൾ? 60, 70, 80 വയസ്സാകുമ്പോൾ പോലും മനുഷ്യന് തോന്നുന്നില്ല എനിക്ക് പോകാൻ സമയമായി തുടങ്ങിയെന്ന്. മനുഷ്യൻ ചിന്തിച്ചു പോകുന്നത് ഇനിയും ഞാനിവിടെ മരിക്കാതെ തുടരുമെന്നാണ്. അങ്ങനെ അപ്രതീക്ഷിതമായി നിൽക്കുന്ന സമയത്ത് ഒരു ചെറിയ കാരണം കൊണ്ട് അള്ളാഹു നമ്മളെ കൊണ്ടുപോകുന്നത് കാണുന്നില്ലേ? അള്ളാഹു നമ്മളെ പറഞ്ഞയച്ചത് വളരെ ക്ഷണികമായൊരു ജീവിതത്തിനാണ്. എന്നൊന്നും നിലനിൽക്കുന്ന ലോകമല്ല ഇത്. വളരെ പെട്ടെന്ന് റബ്ബിലേക്ക് പോകേണ്ടവരാണ്. കുറച്ച് സമയം എക്സാം എഴുതാൻ പേപ്പർ തന്ന് എഴുതിക്കോ എന്ന് ടീച്ചർ പറയുന്ന പോലെ പരീക്ഷ നടന്നുകൊണ്ടിരിക്കുകയാണ്. ബെല്ലടിച്ചാൽ നിർത്തണം കേട്ടോ എന്നാണ് ടീച്ചറുടെ ഉത്തരവെങ്കിൽ, അതുപോലെ അള്ളാഹുവിൻ്റെ മലക്കുൽ മൗത്ത് വരുമ്പോൾ നിർത്തിപ്പോകേണ്ടവരാണ് നമ്മൾ. ആരാണതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്നത്? ഇപ്പോൾ
കം ലബിത്തും ഫിൽ അർളി അദദ സിനീൻ, 90ഉം 100ഉം വയസ്സ് കഴിഞ്ഞ് മരിച്ചുപോയ മനുഷ്യരോട് പോലും അള്ളാഹു എത്രയാണ് നിങ്ങൾ ഭൂമിയിൽ ജീവിച്ചത് എന്ന് ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവർ പറയുമത്രേ, ലബിത്നാ യൗമൻ ഔ ബഅദ യൗം, ഒരു ദിവസമോ ഒരു ദിവസത്തിൽ അല്പമോ ഞങ്ങൾ ജീവിച്ചു എന്ന് തോന്നുന്നു. അങ്ങനെ പറയാം, ഒരു ദിവസം